പ്രകാശൻ ചുനങ്ങാട് എഴുതിയ കഴുകൻ എന്ന നോവലിലെ 1-ാം ഭാഗത്തിലെ 7-ാമത്തെ അധ്യായം. നോവൽ കഴുകൻ, ഭാഗം 1, അധ്യായം 7. അകത്തു വന്നു കിടക്കൂ എന്ന് തങ്കമ്മ പലവുരി പറഞ്ഞിട്ടും ശിവരാമമേനോൻ ചാരുകസേരയിൽ നിന്ന് എണീറ്റില്ല. നീ പോയി കിടന്നു. ഗത്യന്തരമില്ലാതെ തങ്കമ്മ വടക്കേറയിലേക്ക് ചെന്നു. കിടക്കയിൽ കിടന്ന് വെറുതെ കണ്ണുകൾ അടച്ചു. ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പു താഴേക്ക് ഇറങ്ങി വന്നതേയില്ല. അത്താഴപ്പഷ്ണി കിടക്കരുതെന്ന് എത്ര പറഞ്ഞിട്ടും അവൻ കേട്ടതായി നടിച്ചില്ല. അവൻ പുറംതിരിഞ്ഞു കിടക്കുകയായിരുന്നു. ഉറങ്ങുകയാണോ അതോ ഉണർന്നു കിടക്കുകയാണോ ആർക്കറിയാം. പഷ്ണി കിടക്കട്ടെ, ചത്തുപോവുകയാണെങ്കിൽ പോട്ടെ. ഇങ്ങനെ ഒരു മകനെ പെറ്റു വളർത്തിയിട്ടില്ലെന്ന് വിചാരിക്കാം. ഇട്ടിച്ചിരിയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. സുന്ദരിക്കുട്ടി, അവളാണ് കൊക്കരണിയിൽ ചീർത്ത ശവമായി പൊങ്ങിയത്. ഈ ക്രൂരത ചെയ്യാൻ എങ്ങനെ എൻ്റെ മകന് കരളുറപ്പുണ്ടായി? അവൻ തന്നെ അച്ഛനോടത് ഏറ്റു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആര് പറഞ്ഞാലും താൻ വിശ്വസിക്കില്ലായിരുന്നു. ചാരുകസേരയിൽ കിടന്നു തന്നെ ശിവരാമമേനോൻ മയങ്ങി. മയക്കത്തിൽ കാണാൻ പാടില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടു. കൊക്കരണിയിൽ നിന്ന് വലിച്ചു കയറ്റി മണ്ണിൽ മലർത്തിക്കിടത്തിയ ഇട്ടിച്ചിരിയുടെ വികൃതമായ ശരീരം, തെയ്യുണ്ണി ഇൻസ്പെക്ടറുടെ കൊമ്പൻ മീശ, കഴുത്തിൽ കുരുക്കു വീണ് അനക്കമറ്റ് തൂങ്ങി നിൽക്കുന്ന അപ്പു. അടയും ചക്കരയും പോലെ അപ്പുവും ഇട്ടിച്ചിരിയും തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ എന്ന് ഒരു നാൾ തങ്കമ്മ പറയുകയുണ്ടായി. അത് ശരിയാണെന്ന് മേനോനും തോന്നിയിരുന്നു. നല്ല കുട്ടി, പട്ടിൻ്റെ സ്വഭാവം, പഠിപ്പുണ്ട്. അവൾ മരുമകളായി വരുന്നത് തങ്കമ്മയ്ക്കും മേനോനും സന്തോഷം തന്നെ. തരവത്തുപോയി ഇക്കാര്യം കാർത്യായനിയേടത്തിയോട് പറയണം. മുഹൂർത്തം നിശ്ചയിക്കണമെന്ന് മേനോൻ വിചാരിച്ചു. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അവരുടെ കല്യാണം. ശിവക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്, തരവത്തു വീടിന്റെ മുറ്റത്ത് പന്തലിട്ട് വിഭവസമൃദ്ധമായ സദ്യ, സർവ്വ ചിലവും മേനോന്റെ വക. കാർത്യായനിയേടത്തി എതിർപ്പ് പറയും. അവർ അഭിമാനിയാണ്. സാരമില്ല, അവരെ പറഞ്ഞു സമ്മതിപ്പിക്കാം. അങ്ങനെ സന്തോഷമായ ദിവസങ്ങൾ നീങ്ങുമ്പോഴാണ് കേൾക്കാൻ സുഖമില്ലാത്തൊരു വിശേഷം തങ്കമ്മ ഭർത്താവിനോട് പറഞ്ഞത്. തങ്കമ്മ പനി പിടിച്ചു കിടന്ന ആ ദിവസങ്ങളിൽ അപ്പവും ഇട്ടിച്ചിരിയും ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്താമെന്ന് തങ്കമ്മ മകനെ ആശ്വസിപ്പിച്ചു. വിദ്യാഭ്യാസവും ലോകവിവരവും സമ്പത്തുമില്ലാത്ത അവളെ ഭാര്യയാക്കാൻ അവന് ഉദ്ദേശമില്ലെന്ന്. പിന്നെ എന്തിനാടാ നീ അവളെ? അവളല്ലേ സൂക്ഷിക്കേണ്ടത്. അവൻ്റെ മറുപടി കേട്ട് ഞെട്ടിപ്പോയെന്നാണ് തങ്കമ്മ രാത്രി മേനോനോട് പറഞ്ഞത്. അവന് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അരുതാത്തത് എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഒരു പോംവഴിയും തോന്നാതെ തങ്കമ്മയും മേനോനും ഉരുകി. കൊക്കരണിയിൽ നിന്ന് കയറ്റിക്കിടത്തിയ ശവം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടും കൂട്ടിയാൽ 4 മേനോന് ഉറപ്പായി. അപ്പുവാണതിന് കാരണക്കാരനെന്ന് ബോധ്യം വന്നു. പക്ഷേ കൊലയാണെന്നല്ലേ അച്ചുവേട്ടൻ പറയുന്നത്? അവനങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല. അവൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് വിരട്ടി നോക്കിയതായിരുന്നു. അറിയേണ്ടതെല്ലാം അച്ഛൻ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൻ വിചാരിച്ചു കാണും. അതാണ് അവൻ കുറ്റമേറ്റു പറഞ്ഞത്. കിഴക്കു വെള്ള കീറുന്നതിന് മുമ്പേ മേനോൻ വടക്കേ അറയുടെ വാതിലിൽ മുട്ടി. തങ്കമ്മ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവർ തട്ടിപ്പിടഞ്ഞെണീറ്റു. കിടക്കണില്ലേ? നീ ഒരു ചായ ഉണ്ടാക്ക്, ഞാൻ കുളിച്ചു വരാം. വേഗം കഞ്ഞി കാലാക്കണം. ഒറ്റപ്പാലത്ത് പോകണം. കൃഷ്ണമേനോൻ വക്കീലിനെ കാണണം. തങ്കമ്മ ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. വൈകുന്നേരം കറന്ന പാല് ഇത്തിരി ഉറിയിൽ അടച്ചു വെച്ചിരുന്നു. എന്തിനാ വക്കീലിനെ കാണുന്നത്? വക്കീലിനെ കൂട്ടി വേണം തെയ്യുണ്ണി ഇൻസ്പെക്ടറെ കാണാൻ. അങ്ങനെ തീരുമാനിച്ചത് ഉചിതമായെന്ന് തങ്കമ്മയ്ക്ക് തോന്നി. മേനോൻ കമ്പിറാന്തലെടുത്ത് കുളത്തിലേക്ക് നടന്നു. കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും തങ്കമ്മ കഞ്ഞി വിളമ്പി വെച്ചിരുന്നു. ചുട്ട പപ്പടം, പയറ്റുകൊണ്ടാട്ടം. വെറും വയറോടെ ഒരു വഴിക്ക് ഇറങ്ങേണ്ട. പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എത്ര മണിക്ക് തിരിച്ചു പോരാമെന്നൊന്നും പറയാൻ പറ്റില്ല. പിടിച്ചു വെക്കാനാണ് ദുഷ്ടന് തോന്നുന്നതെങ്കിലോ? എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ടാണ് വക്കീലിനെ കൂട്ടിപ്പോകാമെന്ന് വെച്ചത്. ഒറ്റപ്പാലം ബാറിലെ സീനിയർ വക്കീലാണ് കൃഷ്ണമേനോൻ. മേനോനെ ധിക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ തെയ്യുണ്ണി ഇൻസ്പെക്ടർക്കായാലും ധൈര്യം വരില്ല. അപ്പോഴേക്കും നേരം വെളുത്തു. മേനോൻ പടിപ്പുരവാതിൽ തുറന്ന് പാടത്തേക്ക് ഇറങ്ങി. 2 മുണ്ടുകൊണ്ട് ചെവി അടച്ചു കെട്ടി. മഞ്ഞു പെയ്യുന്നുണ്ട്. പാടവരമ്പുകളിൽ പതിഞ്ഞു പടർന്നു കിടക്കുന്ന കറുകപ്പുല്ലിൽ കണ്ണീരുപോലെ മഞ്ഞുതുള്ളികൾ പറ്റി നിൽക്കുന്നു. പുല്ലിൽ ചവിട്ടുമ്പോൾ കാൽപാദങ്ങൾ നനയുന്നു. വീർത്ത ചാക്കുസഞ്ചി ഒതുക്കിപ്പിടിച്ചു. തവളക്കണ്ണൻ നോട്ടിൻ്റെ കെട്ടുകളാണ് സഞ്ചിയിൽ. 25,000 ഉറുപ്പികയുണ്ട്.
കാലങ്ങളായി സ്വരുക്കൂട്ടി വെച്ച കാശ്, നെല്ലും തേങ്ങയും വിറ്റ വക. പത്തായത്തിനകത്ത് പിച്ചള കെട്ടിയ ചെറിയ മരപ്പെട്ടിയിലാണ് പണം സൂക്ഷിപ്പ്. പത്തായത്തിൻ്റെ താക്കോല് തങ്കമ്മയുടെ മുണ്ടുപെട്ടിയിൽ വയ്ക്കും. 20,000 ഇൻസ്പെക്ടർക്ക്. വക്കീലിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരില്ലേ? തെക്കേപ്പാടത്ത് 30 പറക്കി നിലം നോക്കി വെച്ചതായിരുന്നു മനക്കിലെ വസ്തു. മൂത്ത തിരുമേനിയുടെ രണ്ടാമത്തെ മകളുടെ വേലിക്ക് അസാരം പണം വേണം. മൂത്ത കുട്ടിയുടെ വേലി കഴിഞ്ഞിട്ട് കൊല്ലം 1 തികഞ്ഞിട്ടില്ല. പണത്തിന് വലിവുണ്ട്. തെക്കേപ്പാടത്തെ വസ്തു വിൽക്കേണ്ടി വരും. നോക്കി നടത്താനും ബുദ്ധിമുട്ട്. കാര്യസ്ഥൻ കേശവൻ നായരാണ് രഹസ്യം മേനോന് ചോർത്തി കൊടുത്തത്. മൂത്ത തിരുമേനിയെ മുഖം കാണിക്കാൻ കേശവൻ നായരും കൂടെ വന്നു. വിൽക്കാനാണെങ്കിൽ അടിയന് തരണേ തിരുമേനി എന്ന് ശിവരാമ മേനോൻ താണു തൊഴുതു നിന്നു. അങ്ങനെ ആവട്ടെ എന്ന് തിരുമേനി ഉറപ്പു പറഞ്ഞു. പ്രാണൻ പോയാലും അദ്ദേഹം വാക്കുമാറില്ല. ആഴിയപ്പാടത്തെ 30 പറ നിലം തൽക്കാലം മറക്കാം. കുരുത്തം കെട്ടവൻ്റെ കഴുത്തിൽ കൊലക്കയറ് വീഴാതെ നോക്കണ്ടേ. 7 തലമുറ കഴിഞ്ഞാലും ഇട്ടിച്ചിരിയുടെ ശാപം തറവാട് വിട്ടൊഴിഞ്ഞു പോവില്ല. പാവം കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കിണറ്റിലിട്ടവനെയാണ് അവൻ്റെ അച്ഛൻ നിയമത്തിൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇട്ടിച്ചിരിക്ക് മുണ്ടുകൊടുക്കാൻ ആ മഹാപാപിക്ക് എന്തായിരുന്നു തടസ്സം? പട്ടിണിയും പരിവട്ടമാണെങ്കിലും അമ്മ മനക്കിലെ അടിച്ചുതളിക്കാരിയാണെന്നാലും തരവത്ത് വീട്ടുകാർ പഴയ തറവാട്ടുകാരാണ്. ശിവരാമ മേനോൻ്റെ വകയിൽ ഒരമ്മാവൻ സംബന്ധം വെച്ചിരിക്കുന്നത് വടക്കേ തരവത്താണ്. ഇട്ടിച്ചിരിയെ താലികെട്ടി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് ആർക്കാണ് വിരോധം? അവന്, മകനെന്ന് പറയുന്ന ആ സർപ്പസന്തതിക്ക്. അവൻ്റെ അവസ്ഥയ്ക്കൊത്ത പെണ്ണല്ലെന്നായിരിക്കും ഉള്ളിലിരിപ്പ്. BA പരീക്ഷ കഴിഞ്ഞു. നല്ല മാർക്കോടെ ജയിക്കും. അതിലൊരു സംശയവും വേണ്ട. BA കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗം കിട്ടുമെന്നവൻ എപ്പോഴും പറയുന്നു. സന്തോഷമുള്ള കാര്യം. എന്തു പ്രയോജനം? മൃഗത്തെ പോലെയല്ലേ അവൻ പെരുമാറിയത്? മൃഗവും ഇത്ര ക്രൂരത കാണിക്കില്ല. നരിയായാലും പുലിയായാലും ആഹാരത്തിനു വേണ്ടി മാത്രമേ ജീവഹത്യ നടത്തൂ. അവനെ പാലക്കാട്ടെ കോളേജിൽ അയച്ച് പഠിപ്പിച്ചതാണ് വിനയായത്. ഈ നിലയ്ക്ക് എന്തൊക്കെ കുരുത്തക്കേടുകളായിരിക്കും അവൻ പാലക്കാട് കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവുക. 1-2 മാസം കൂടുമ്പോഴാണ് അവൻ വീട്ടിലൊന്ന് വന്നു പോകുന്നത്. കീശ കാലിയാവുമ്പോൾ. ഇല്ലെന്ന് പറയാൻ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ട് അവൻ വരുമ്പോൾ പത്തായം തുറക്കുന്നു. പച്ച നോട്ടുകളുടെ കെട്ട് പെട്ടിയിൽ വെച്ചു കൊടുക്കുന്നു. വെയിൽ മൂക്കുന്നതിന് മുമ്പ് ശിവരാമ മേനോൻ ഒറ്റപ്പാലത്തെത്തി. പാലാട്ട് റോഡിലാണ് വക്കീലിൻ്റെ വീട്. വർഷങ്ങളായി വക്കീലിന് മേനോനെ അറിയാം. വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അതിനും അപ്പുറത്തുള്ള സൗഹൃദം. എലിയെ പിടിക്കാനും കലമുടയ്ക്കാനും കഴിവുള്ളയാളാണ് കൃഷ്ണമേനോൻ. തെയ്യുണ്ണി ഇൻസ്പെക്ടറെ ഒറ്റയ്ക്ക് ചെന്ന് കാണാൻ ധൈര്യം പോരാ. വക്കീലിനെ കൂടെ കൂട്ടണം. ആവശ്യപ്പെട്ടാൽ വരും, വരാതിരിക്കില്ല. കൃഷ്ണമേനോൻ രാവിലത്തെ നടത്തമെന്ന നിലയ്ക്ക് വിശാലമായ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. മേലനങ്ങുന്ന പണികളൊന്നും ചെയ്യാൻ വകുപ്പില്ലാത്തത് കൊണ്ടായിരിക്കണം രാവിലത്തെ ഈ നടത്തം. അതിരാവിലെ തന്നെ ശിവരാമ മേനോൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വക്കീൽ അതിശയിച്ചു. എന്താ ശിവരാമ, പതിവില്ലാത്ത നേരത്ത്? അകത്തിരിക്കാം. വേണ്ട, കുറച്ച് സ്വകാര്യം പറയാനുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് പറയാം, വേറെ ആരും കേൾക്കണ്ട. എന്നാൽ ഓഫീസ് മുറിയിലിരിക്കാം, അതാ സൗകര്യം. തെക്കേ മുറ്റത്തിനരികത്തുള്ള ഔട്ട് ഹൗസാണ് വക്കീലിൻ്റെ ആപ്പീസ്. വള്ളി പുള്ളി വിടാതെ ശിവരാമ മേനോൻ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. വക്കീലിനോടും വൈദ്യനോടും നുണ പറയരുത്. മകൻ ഈ നിമിഷം വരെ ചിത്രത്തിലില്ല. പോലീസ് അന്വേഷണം അവനിലേക്ക് എത്തിക്കൂടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി തെയ്യുണ്ണി ഇൻസ്പെക്ടറെ കാണണം. വക്കീലും വരണം. എന്താ ശിവരാമൻ്റെ ആവശ്യം? ഒരു കാരണവശാലും അവൻ പ്രതിയാവരുത്. ആരെയും പ്രതിയാക്കണ്ട. കേസ് തെളിവില്ലാതെ പോയിക്കോട്ടെ. പോയവളോ പോയി. മകനൊരു കയ്യബദ്ധം പറ്റിയതാണ്. എന്നോട് അവനത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 20,000 ഉറുപ്പികയുണ്ട്. ഈ പണം ഇൻസ്പെക്ടർക്ക് കൊടുക്കണം. അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. വക്കീലും കൂടെ വരണം. ശിവരാമനിൽ നിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. മകനായി പോയില്ലേ, അതും ഒരേ ഒരു ആൺതരി. എന്നെക്കൊണ്ട് ഈ പാപം ചെയ്യിക്കണോ? ചെയ്യിക്കുന്ന എനിക്കല്ലേ ദൈവശിക്ഷ കിട്ടുക. വക്കീലല്ലല്ലോ കുറ്റക്കാരൻ. വേറെ വഴിയില്ല മേനെ. കൃഷ്ണമേനോൻ കുറച്ചധിക നേരം തൻ്റെ ലെതർ ചെയറിൽ പിന്നാക്കം ചാഞ്ഞ് കണ്ണടച്ചിരുന്നു. ശരി, ആ മഹാപാപം ഞാൻ ചെയ്യാം. വാ ശിവരാമ, നമുക്ക് കാപ്പി കഴിക്കാം. കഞ്ഞി കുടിച്ചിട്ടാ മേനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വിശപ്പുണ്ടായിട്ടല്ല, ജീവൻ കിടക്കണ്ടേ. ശിവരാമ മേനോന് ഒറ്റ മകനാണെന്നും അവൻ പാലക്കാട് കോളേജിൽ പഠിക്കുകയാണെന്നും വക്കീലിനറിയാം. പഠിക്കാൻ മിടുക്കനാണെന്നും കേട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടത് വെച്ച് നോക്കുമ്പോൾ ശേഖരൻകുട്ടിക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട.
തെയ്യുണ്ണി ഇൻസ്പെക്ടറുടെ കഴുകൻ കണ്ണുകൾ മേനോൻ്റെ തൃപുത്രനിലേക്ക് എത്താനാണ് സാധ്യത കൂടുതൽ. കരുതിക്കൂട്ടി ചെയ്തതോ അതോ കയ്യബദ്ധം പറ്റിയതോ? അവനെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത് ഒന്നാലോചിക്കുകയാണെങ്കിൽ ഒരു പുണ്യകർമ്മമാണ്. ശിവരാമന് വേണ്ടി അത് ചെയ്തേ പറ്റൂ. അയാൾക്ക് വായ്ക്കരിയിടാനും ആത്മാവിനെ പരലോകത്തേക്ക് പറഞ്ഞയക്കാനും ഒരു പുത്രൻ വേണം. എണ്ണയിട്ടു മിനുക്കിയ മൈലൻ കാളയെപ്പോലെ കൃഷ്ണമേനോൻ്റെ കറുത്ത ഷെവർലെ കാർ ഷെഡിൽ നിൽക്കുന്നു. വക്കീൽ കാർ സ്റ്റാർട്ടാക്കി. കയറി ശിവരാമ. കാറിൽ കയറിയിരിക്കുമ്പോൾ ചാക്കുസഞ്ചി ഭദ്രമല്ലേ എന്ന് ശിവരാമ മേനോൻ ഉറപ്പുവരുത്തി. കൃഷ്ണമേനോൻ കാറ് തോട്ടക്കരയ്ക്ക് വിട്ടു. സർക്കാർ ആശുപത്രിയും താണ്ടി കാറ് മുന്നോട്ടു പോയി. ഇടത്ത് തിരിഞ്ഞ് ഒരു ഇടറോഡിൽ കയറി. ആ വഴിയോരത്തായിരുന്നു തെയ്യുണ്ണി ഇൻസ്പെക്ടറുടെ വാടക വീട്. ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. ചിരപരിചയം കൊണ്ട് വക്കീൽ കാറ് മുറ്റത്തേക്ക് ഓടിച്ചു കയറ്റി. മുറ്റത്തിൻ്റെ തെക്കേ അരികു ചേർന്ന് പോലീസ് ജീപ്പ് വിശ്രമിക്കുന്നു. തെക്കും കിഴക്കും വരാന്തകളുള്ള ഓടിട്ട 2 നില മാളിക. ഇൻസ്പെക്ടർ ഒറ്റയ്ക്കാണ് താമസമെന്നാണ് വക്കീൽ പറഞ്ഞത്. കണ്ണൂരുകാരൻ. ഭാര്യയും മക്കളും സ്വദേശത്ത് കഴിയുന്നു. മുതുകത്ത് പുരവെച്ച് നടക്കുന്നവരാണല്ലോ പോലീസുകാർ. കാറിൻ്റെ ഇരമ്പം കേട്ടായിരിക്കണം ഇൻസ്പെക്ടർ വരാന്തയിലേക്ക് വന്നു. കയ്യുള്ള വെള്ള ബനിയനും കാക്കി ട്രൗസറും. സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയാവണം. വക്കീലിനെ കണ്ട് തെയ്യുണ്ണി ഇൻസ്പെക്ടർ ചിരിച്ചു. പ്രതിയെ കാണുമ്പോഴുള്ള കൊലച്ചിരിയല്ല, ഇത് സൗഹൃദത്തിൻ്റെ ചിരിയാണ്. വരണം വക്കീലെ, അകത്തേക്കിരിക്കാം. വക്കീലിൻ്റെ കൂടെ നിൽക്കുന്ന ശിവരാമ മേനോനെ ഇൻസ്പെക്ടർ ഗൗനിച്ചില്ല. കാത്തുനിൽക്കാൻ ശിവരാമ മേനോനോട് ആംഗ്യം കാണിച്ച് കൃഷ്ണമേനോൻ ഇൻസ്പെക്ടറോടൊപ്പം അകത്തേക്ക് പോയി. വരാനിരിക്കുന്ന നിമിഷങ്ങളിൽ അസുരവിത്തിൻ്റെ വിധി എഴുതപ്പെടും. അവനെ വെറുതെ വിടണോ അതോ തൂക്കിക്കൊല്ലണോ എന്ന് സംഹാരരുദ്രനായ തെയ്യുണ്ണി ഇൻസ്പെക്ടർ നിശ്ചയിക്കും. ഈ കാലൻ്റെ കക്ഷത്തെന്തിനാണ് തലവെച്ചു കൊടുക്കുന്നത്? വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് ശിവരാമ മേനോൻ വേവലാതി കൊണ്ടു. ചുവർ ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ സ്വന്തം ഹൃദയം ചെകിട്ടിൽ ഉച്ചത്തിൽ മിടിക്കുന്നത് ശിവരാമ മേനോൻ കേട്ടുകൊണ്ടു നിന്നു. മിനിറ്റുകൾക്ക് മണിക്കൂറുകളുടെ നീളം. കാത്തിരിപ്പിനൊരവസാനം കുറിച്ചുകൊണ്ട് വക്കീൽ വരാന്തയിലേക്ക് വന്നു. ശിവരാമ മേനോനെ കൈകാട്ടി വിളിച്ചു. ചാക്കുസഞ്ചി കയ്യിൽ ഒതുക്കി പിടിച്ച് മേനോൻ ഒതുക്കുകൾ കയറി. നോട്ടുകെട്ട് അയാളുടെ മേശപ്പുറത്ത് വെക്കേ. ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വക്കീൽ അടക്കം പറഞ്ഞു. വക്കീലിൻ്റെ കൂടെ മേനോൻ തളത്തിലേക്ക് ചെന്നു. മേശയ്ക്ക് പിന്നിൽ വലിയ മരക്കസേരയിൽ അസുര രാജാവിനെ പോലെ തെയ്യുണ്ണി ഇൻസ്പെക്ടർ. ശിവരാമ മേനോൻ പൊതി മേശപ്പുറത്ത് വെച്ചു. എത്ര? 20,000. ധൈര്യമായിട്ട് പോണം മേനെ. ഞാനായിട്ട് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കില്ല. തക്കതായ ശിക്ഷ നിങ്ങൾ തന്നെ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ എഴുതി വെച്ചോ മേനെ, നിങ്ങളുടെ അന്തകനായിട്ട് വരും ആ കഴിവേറി മോൻ. ശരി സാർ എന്നു മാത്രം പറഞ്ഞ് തെയ്യുണ്ണി ഇൻസ്പെക്ടറെ താണു തൊഴുത് മേനോൻ പുറത്തേക്ക് പോന്നു. തൊട്ടു പിന്നാലെ വക്കീലും. മടക്കത്തിൽ 2000 ഉറുപ്പികയുടെ ഒരു കെട്ട് ശിവരാമ മേനോൻ വക്കീലിനെ പിടിപ്പിക്കാൻ നോക്കി. വേണ്ട ശിവരാമ, ഒന്നാമത് താൻ എൻ്റെ ചങ്ങാതി, രണ്ടാമത് മുകളിലിരിക്കുന്നവൻ ഇതെല്ലാം കാണുന്നുണ്ട്. എന്നെക്കൊണ്ട് ഇനിയും പാപം ചെയ്യിക്കരുത്. വക്കീലിനെ നിർബന്ധിക്കുന്നത് ശരിയല്ലെന്ന് മേനോനും ബോധ്യപ്പെട്ടു. അധ്യായം 8. തരവത്ത് വളപ്പിൻ്റെ തെക്കുഭാഗത്ത് ഇറ്റിച്ചിരിക്കെ ചിത കൂട്ടി. ആര് തീ കൊളുത്തും ചിതയ്ക്ക്? 2 പെൺമക്കളാണ് കാർത്യായനി അമ്മയ്ക്ക്. കുട്ടിമാളുവിനാണെങ്കിൽ 2 പെൺകുട്ടികൾ. തിരി തെരച്ചൊരു ആൺകുട്ടിയുണ്ടാവാൻ അമ്മയ്ക്കും മകൾക്കും യോഗമുണ്ടായില്ല. വാസുമാഷ് തന്നെ അതിന് പരിഹാരം കണ്ടു. ഞാൻ കൊളുത്താൻ ചിതയ്ക്ക്. മാഷ് കണ്ണു തുടച്ചു. വയസ്സുമൂത്തവരെ ചിത കൊളുത്താൻ പാടില്ലല്ലോ മാഷേ എന്ന് പറയാൻ ആർക്കും മനസ്സ് വന്നില്ല. മാഷിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ. 6 അടി നീളത്തിൽ ആഴത്തിൽ കുഴികുത്തി അതിനു മുകളിലാണ് ചിത കൂട്ടുന്നത്. വളപ്പിൻ്റെ തെക്കേ അതിരിൽ നിന്ന് മൂവാണ്ടൻ മാവ് വെട്ടി വിറകാക്കി. അലറി വിളിച്ചുകൊണ്ടാണ് മാവ് നിലം പൊത്തിയത്. ഇട്ടിച്ചിരിക്കെ ഭൂമി വിട്ടുപോകാൻ ഇഷ്ടമില്ല. മരം അലമുറയിടുന്നതിൻ്റെ ശാസ്ത്രം അതാണെന്ന് വയസ്സുമൂത്തവർ അടക്കം പറഞ്ഞു. ചിതയ്ക്കടിയിൽ ചിരട്ടകൾ ഇട്ടിരുന്നു. വടക്കേ വീട്ടിലെ രാഘവൻ ചിരട്ടകൾക്കു മീതെ 20 വെളിച്ചെണ്ണ കൊണ്ടുവന്നൊഴിച്ചു. കത്തിച്ച ഓലച്ചുട്ട് വാസുമാഷ് ചിതയ്ക്കടിയിൽ കാണിച്ചു. തീ ആളിപ്പടർന്നു. പച്ചവിറകിൽ അഗ്നി കയറിപ്പിടിക്കാൻ സമയമെടുത്തു. പിന്നീട് ഒരു നിലവിളിയോടെ ചിത കത്താൻ തുടങ്ങി. ചിതയുടെ നടുഭാഗം കത്തിയമർന്ന് കുഴിയിലേക്കിരുന്നു. വെള്ളം നിറച്ച പച്ചക്കുടം മാഷ് തലയിൽ വെച്ചു. രാഘവൻ മടവാളുകൊണ്ട് കൊത്തി കുടത്തിൻ്റെ പള്ളയ്ക്ക് ദ്വാരമുണ്ടാക്കി. കണ്ണീര് കണക്ക് വെള്ളം മണ്ണിലേക്ക് ഒഴുകി വീണുകൊണ്ടിരുന്നു. മാഷ് ചിതയ്ക്ക് ചുറ്റും 3 വലം വെച്ചു. ചിതയുടെ കാൽക്കൽ പുറം തിരിഞ്ഞു നിന്ന് കുടം തലയ്ക്കു മീതെ ചിതയിലേക്കിട്ടു. ചിത കത്തിത്തീരും വരെ കാത്തു നിൽക്കാതെ കൂടെ നിന്നവരെല്ലാം പിരിഞ്ഞു.
നടുവറ്റ് വെള്ളം കൊടുക്കുന്നതോടെ മരിച്ചയാളുടെ ദേഹപാശം അറ്റു എന്നാണ് സങ്കല്പം. ശ്മശാനത്തിൽ നിൽക്കരുത്. എല്ലുകൾ കടിച്ചു പൊട്ടിച്ചും മജ്ജ നക്കി തുടച്ചും അഗ്നി മാത്രം ചിതയിൽ മതിക്കുന്നുണ്ടാവും. മക്കളെ കൂട്ടി കുട്ടിമാളുവും ഇട്ടിച്ചിരിക്ക് രാത്രി മുഴുവൻ കൂട്ടിരുന്ന അയൽക്കാരികളും ബന്ധുക്കളായ സ്ത്രീകളും നടുപ്പാടത്തുള്ള കല്ലംകുളത്തേക്ക് പുറപ്പെട്ടു. അപ്പോഴും കാർത്തിയാനിയമ്മ കോലായിലെ ചുമരു ചാരി ഒറ്റയിരിപ്പായിരുന്നു. തുള്ളി കണ്ണീര് പോലും ആ തള്ളയുടെ കണ്ണിൽ പൊടിയുന്നില്ലല്ലോ എന്ന് സ്ത്രീകൾ അതിശയപ്പെട്ടു. അവരുടെ കണ്ണീരെപ്പോഴോ വറ്റിപ്പോയിരുന്നു. നിർബന്ധിപ്പിച്ച് എണീപ്പിച്ച് കൈപിടിച്ച് നടത്തേണ്ടി വന്നു അമ്മയെ കുട്ടിമാളുവിന്. എങ്ങനെ എൻ്റെ മകൾ ആ പൊട്ടക്കിണറ്റിൽ വീണു? കൊക്കർണിയുടെ വക്കത്ത് പൂവേതെങ്കിലും വിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അവൾ പറമ്പിലേക്ക് കയറിപ്പോയതാവുമോ? കാല് തെറ്റി കൊക്കർണിയിലേക്ക് വീണതാവുമോ? അങ്ങനെ അവനെ തരമുള്ളൂ എന്ന് അമ്മ വിശ്വസിച്ചു. ഇറ്റിച്ചിരിയുടെ കർണഞരമ്പുകളിൽ ചോര കല്ലിച്ചു കിടന്നിരുന്നുവെന്ന് അമ്മയോട് ആരും പറഞ്ഞില്ല. കൊക്കർണി പറമ്പിൽ പോലീസ് വന്ന കാര്യവും അയൽപ്പക്കത്തുള്ളവർ അമ്മയിൽ നിന്ന് മറച്ചുവെച്ചു. പ്രകാശൻ ചുരങ്ങാട് എഴുതിയ കഴുകൻ എന്ന നോവലിലെ 1-ാം ഭാഗത്തിലെ 8-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.